ഹലോ, അതെ, ആ ശരി, കാണാം. ശരി, വൈകിട്ട് കാണാം. ഏറെ നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയാണ്. അന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയൊന്നും ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം ഫാദർ? എങ്ങനെയാ പറയുക എന്നെനിക്കറിയില്ല. ഫാദർ പറഞ്ഞു വരുന്നത് 18 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങേക്ക് തന്ന എനിക്ക് പാലിക്കാൻ പറ്റാതെ പോയ വാക്കിനെ കുറിച്ച് എനിക്ക് കുറ്റബോധമുണ്ടത് പറയാൻ. സമൂഹത്തിന് മുൻപിൽ പറയാൻ കഴിയാത്തതാണെങ്കിലും ബെൻസിയും അങ്ങയുടെ മോളാണല്ലോ. അവളെന്നെ കാണണമെന്ന് പറഞ്ഞു. കുറച്ചു ദിവസങ്ങളായി ബെൻസി മോളെ ആലയത്തിൽ കാണുന്നില്ല. മോളെ, മോളെ, സാറും കുറച്ച് ആൾക്കാർ കൂടി പിടിച്ചോണ്ട് പോയി. മര്യാദയ്ക്ക് സൈൻ ചെയ്തോളാം. ഈ മാത്യൂസിനെ നീ മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ പപ്പ തുന്നി തന്ന ഈ കുപ്പായുണ്ടല്ലോ, ഇത് വലിച്ചെറിഞ്ഞാലും മാത്യൂസ് ഇന്ന് കോടീശ്വരനാണ്. സൈൻ ചെയ്യുന്നോ ഇല്ലയോ? ഓഹോ, കാൾട്ടൺ നിക്കോളാസിന്റെ ജാരസന്ധതി. എടേ, ഞാനിത് വിശ്വസിക്കുന്നു കരുതിയല്ലേ? മര്യാദയ്ക്ക് സൈൻ ചെയ്യുന്ന നല്ലത്. സത്യം പറയുന്നത്, കേസിന്റെ പഴയ വീട്ടിലുണ്ട്. ഞാൻ പറയുന്നത് വിശ്വസിക്ക്, സത്യം ഞാൻ പറയുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവള് വെറും ഫ്രാഡാണെന്ന്. ചാകാൻ കിടക്കുന്ന അവളെ അമ്മ, അമ്മൂമ്മ, അമ്മൂമ്മയുടെ അമ്മ, എന്തൊക്കെ കള്ളങ്ങൾ അവള് പറഞ്ഞു പിടിപ്പിച്ചത്. ഇനി എവിടെ ഫ്രോഡല്ലെന്ന് ആരറിഞ്ഞു? ആയിരിക്കും. രണ്ട് മുഖം ഒരുപോലല്ലേ? ഫ്രാഡാണെങ്കിൽ രണ്ടും ഫ്രാഡ്, നല്ലതാണ് രണ്ടും നല്ലത്. അതെ, ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, സ്വന്തം അപ്പന് പോലും തെറ്റിപ്പോയെന്ന്. ശരിയാ. ഈ പത്രോസിനും കുട്ടിത്തേവാങ്ങാനും കൂടി കാണുമ്പോ ഇവന്റെ അപ്പന് പല പ്രാവശ്യം തെറ്റി പോകാറുണ്ട്. ഇനിയിപ്പോ സംസാരിച്ച് സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് ഇവിടെ അവളുടെ പപ്പയുടെ കയ്യിൽ എത്തിക്കാൻ നോക്കാം. അതെ, പപ്പായുടെ സ്വന്തം നാൻസി. ആരും എടുക്കരുത്, ഞാനിവിടെ കൊണ്ടുപോവാ. അയ്യോ, അതിന് തോക്കൊന്നും വേണ്ട. എവിടെ വേണമെങ്കിലും ഇവിടെ കൊണ്ടുവയ്ക്കോ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോയി തന്നാ മതി. എന്ത് പണിയാണ് നീ കാണിച്ചത്? എന്തിനാ അവളെ അവന്മാരുടെ കൂടെ വിട്ടത്? അവളെ രക്ഷിക്കാൻ. രക്ഷിക്കാനോ? കൊള്ളാം. നാൻസിയും അഭിനവ നാൻസി. ഇനി നാൻസി ആരാന്ന് വെച്ചാൽ ഒപ്പിടാം. ഈ ജോബി കെട്ടയച്ചേരി. എന്തിനായി നാടകമൊക്കെ? ഓ, തന്ത ഇത്രയും നാളും കളിച്ച നാടകത്തിന്റെ ബാക്കി പത്രം. മക്കളെ, നിങ്ങളുടെ തന്തയ്ക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ബിൻസി എന്ന ജാരസന്തതി വെളിപ്പെടരുത്. അതിന് നിങ്ങളുടെ പപ്പയെ നിങ്ങൾ തന്നെ സഹായിക്കണം. ആരാണ് നാൻസി, ആരാണ് ബിൻസി എന്ന് ഇവൻ തീരുമാനിക്കും.
ആ എനിക്കിഷ്ടമായി, രണ്ടുപേരെ ഇഷ്ടമായി. ഈ മാത്തച്ചായനെ നാൻസിക്ക് അറിയാലോ. ആ നാൻസി, എന്താ കൊള്ളാം, തന്തേക്കാൾ ബുദ്ധിമതികളാണ്. പിന്നെ വഴങ്ങാതിരിക്കുന്നത് ഇവൻ ഇഷ്ടമല്ല. എന്താ? ചതികൾക്കിടയിലും വാക്കിനെ മാനിക്കുന്നവനായ മാത്യൂസ്. അതുകൊണ്ട് ഐ വിൽ കൗണ്ട് 1 to 10. അതിനുള്ളിൽ നാൻസിക്ക് സൈൻ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് 2 ഷെല്ലുകൾ നഷ്ടപ്പെടും. ഓക്കെ? ഒരു കൊട്ടായിരിയുണ്ടല്ലോ തൊയ്യുണ്ടല്ലോ വേലിനിറ. ഈ കയ്യിലൊന്നും ഊറ്റിയ മോനെ. അത് വേണ്ട, ഞാൻ തന്നെ കയറിയതാ. മോനെ വെള്ളിയാഴ്ച കാശ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ. ആ വീട്ടിൽ പറഞ്ഞു. 1 2 3 4 5 6 7 8 9 എവിടാത്തെന്തികള്? മോനെ വിടൂല്ലേ?
ഫാദർ ഡൊമിനിക്ക് വളർത്തിയത് ആരെയാണെന്നോ ഞാൻ വളർത്തിയത് ആരെയാണെന്നോ എനിക്കറിയണ്ട. രണ്ടുപേരും എന്റെ മക്കളാണ്. പക്ഷേ ബിൻസി ആരാണെന്ന് എനിക്കറിയണം. എനിക്കറിയാൻ ചെയ്യാം. ഈ മറുക കണ്ടോ? ഇതാണ് ബിൻസി. ഹലോ, എക്സ്ക്യൂസ് മീ. സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും എല്ലാം നല്ലതിന്. ഇതാണ് ബിൻസി.